ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് തീർത്ഥാടന യാത്രക്ക് പോയി വന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് സമീപത്തെ മരങ്ങളിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞപുഴയ്ക്കും പെരുവന്താനത്തിനും ഇടയിൽ പുല്ലുപാറയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. വളവിൽ നിയന്ത്രണം നഷ്ടമായ ബസ് 20 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. മാവേലിക്കര മുള്ളിക്കുളങ്ങര സ്വദേശി രമാമോഹൻ, തട്ടാരമ്പലം സ്വദേശികളായ അരുൺ ഹരി, സംഗീത്, മാവേലിക്കര സ്വദേശി ബിന്ദു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ 34 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. മാവേലിക്കരയിൽ നിന്ന് ജനുവരി 5-ന് പുറപ്പെട്ട സംഘം തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിൽ തീർത്ഥാടന യാത്ര നടത്തി തിരികെ വരുമ്പോൾ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടമായ ബസ് റോഡരികിലെ ഡിവൈഡർ ഇടിച്ച ശേഷം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ബസ് സമീപത്തെ മരങ്ങളിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. വളവിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകടമെന്ന് ഡ്രൈവർ R. രാജീവ് കുമാർ. കുട്ടിക്കാനത്ത് വന്ന് ഇങ്ങനെ വളവ് തിരിഞ്ഞ് വരുന്ന കൂട്ടത്തിൽ ഇറക്കി വരുന്ന കൂട്ടത്തിൽ ബ്രേക്ക് പോയി. ആ വളവായിരുന്നു. ബ്രേക്ക് ആദ്യം ഒന്ന് ചവിട്ടി, ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആദ്യം ഒന്ന് ചവിട്ടി ബ്രേക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത് ചവിട്ടി ബ്രേക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ വണ്ടി ഇങ്ങനെ വന്നപ്പോൾ മാക്സിമം ഇടത്തോട്ട് പിടിക്കുകയാണ് ചെയ്തത്. ഇടത്ത് പിടിച്ച് വന്നപ്പോൾ ഭിത്തിക്ക് വന്ന് പിടിച്ചിട്ട് വണ്ടി നേരെ റിവേഴ്സ് വരികയാണ് സംഭവിച്ചത്. അങ്ങനെയാണ് സംഭവം. അല്ലെങ്കിൽ നേരെ താഴത്തൊക്കെ പോകാനായിരുന്നു. ഞാൻ അങ്ങനെ ലെഫ്റ്റിലേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ പൊക്കയിലേക്ക് പോകുമ്പോൾ. പരിക്കേറ്റവർ മുണ്ടക്കയം, പീരുമേട്, പാല എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പരിക്കേറ്റവരെ മന്ത്രി VN വാസവൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ സന്ദർശിച്ചു. ഫയർഫോഴ്സ്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവർക്കൊപ്പം നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ കൊടും വളവുകൾ നിറഞ്ഞ റോഡിൽ ഈ ഭാഗം വലിയ കൊക്കയാണ്. നേരത്തെയും ഈ മേഖലയിൽ സമാന രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.